സുധിച്ചേട്ടന് ഇഷ്ടം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതാണ്, അത് ഞാൻ അങ്ങനെ ചെയ്യാം. ആദ്യ സമയത്തൊക്കെ ഞാൻ അങ്ങനെ സുധിച്ചേട്ടൻ്റെ ഇഷ്ടം, സുധിച്ചേട്ടൻ എപ്പോഴും ഞാനൊരു പൊട്ട് തൊടാതെ പോയാൽ സപ്പോസ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു പൊട്ട് തൊടാതെ ഞാൻ ചിലപ്പോൾ ആ പൊട്ടൊന്നും തൊടാതൊക്കെ പുള്ളിയുടെ കൂടെ പോകുമ്പോഴത്തേനും ആ കൂട്ടായിട്ട് പൊട്ട് തൊടാതെ പോയി പൊട്ട് തൊടടി, അങ്ങനെ ഒരു സംസാരമുണ്ട് പുള്ളി. അത് കിച്ചുവിന് പറയാം, ഞങ്ങളുടെ വീട്ടുകാർക്കും അറിയാം. ചേട്ടനെ ഉറക്കെ പറഞ്ഞത് അവളോട് പറ പൊട്ടിടും, അവൾ എന്തുവാ പൊട്ടൊന്നും തൊടാതെ അതൊക്കെയായിട്ട് വരുന്നത്. അപ്പൊ ആദ്യത്തെ ഒക്കെ സമയത്ത്, പക്ഷെ ഇപ്പൊ ഇല്ലേ, ഇപ്പൊ ഈ നെഗറ്റീവ് കമന്റ് കിട്ടിയോണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരുങ്ങി തന്നെ നടക്കുന്നത്. പിന്നെ അത് നമുക്ക് ഒരുങ്ങാതിരിക്കാൻ പറ്റില്ല, നമ്മളൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റും കൂടെ അല്ലേ, നമുക്ക് ഒരുങ്ങേണ്ട സ്ഥാനത്ത് ഒരുങ്ങിയേ പറ്റത്തുള്ളൂ. അതിനിപ്പോൾ കുളിക്കാതെ നനയ്ക്കാതൊക്കെ പോകേണ്ട കാര്യമുണ്ടോ? അത് ഇപ്പൊ വെള്ള സാരി ഇടുന്നത് അതൊക്കെ പഴയ കാലമല്ലേ. അല്ലെ പിന്നെ സതി അനുഷ്ഠിക്കണമെന്നും ഇവര് പറയാ തന്നെ, പറയുന്നവരും ഉണ്ട് കേട്ടോ സതി അനുഷ്ഠിക്കണമെന്ന്. ഇനി അതിൻ്റെ കൂടെ ഒരു കുറവ് കൂടെ ഉള്ളൂ. അതാണിപ്പോൾ എന്നാ ചെയ്യാൻ. നമ്മുടെ എന്താ പറയാ, നമ്മളുടെ ലൈഫിൽ ആരുടെ ലൈഫിൽ സംഭവിക്കാന്നായത് ഇല്ലേ, പക്ഷെ ആർക്കും ഇത് സംഭവിക്കരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ഞാൻ അനുഭവിച്ചത് സത്യമാണ്, അനുഭവിച്ച സത്യം കൊണ്ട് പറയാണ്. നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ പാർട്ട്ണർ പോകരുത്. അത് വളരെ എന്താ പറയുക, ഭയങ്കര ഒരു വല്ലാത്ത അവസ്ഥയാണ്. അവസ്ഥ അതിലൂടെ കടന്നു പോയവർക്ക് മാത്രം ഞാൻ പറയുന്നത് മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലാവത്തില്ല.